ഈ വയസ്സായ സെക്യൂരിറ്റി അവൻ ജോലി ചെയ്യുന്ന ക്ലിനിക്കിലെ ഡോക്ടർക്കിട്ട് പെട്ടെന്ന് തന്നെ ഒരു അടി കൊടുക്കുന്നുണ്ട്. സംഭവം ആർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മാനേജേഴ്സ് ഈ സമയം ഈ സെക്യൂരിറ്റി ഗാർഡിന് വഴക്ക് പറയാണ്. അതിലൊരു പെണ്ണ് സെക്യൂരിറ്റി ഗാർഡിനിട്ട് അടിയും കൊടുക്കുന്നുണ്ട്. എന്നാലും സെക്യൂരിറ്റി ഗാർഡ് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാണ്, ഞാൻ ഇനിയും അടിക്കും, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യും, നിങ്ങൾക്ക് തന്നെ പോലീസിൽ പിടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, അത് നിങ്ങൾ ചെയ്യുന്നൊക്കെ പറയാണ്. ദേഷ്യം വന്ന ഈ ഡോക്ടറാന്ന് വെച്ചാൽ ഈ മാനേജേഴ്സിനോട് പറയാണ്, നിങ്ങൾ വേഗം പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടുപോവാ, ഇയാൾ ഇപ്പൊ തന്നെ അകത്താക്കണമെന്ന് പറയാണ്. അത് കേട്ട് ഈ രണ്ടുപേരുമാണെന്ന് വെച്ചാല് പോലീസിനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോയതും ആ സെക്യൂരിറ്റി ഗാർഡിന്റെ ഭാവം അങ്ങനെ തന്നെ മാറാണ്. അവരാന്ന് വെച്ചാല് ഈ ഒരു ഡോക്ടറോട് കുറെ സോറി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് എന്തുകൊണ്ടാണ് അവൻ ആ ഡോക്ടറെ അടിച്ചത് എന്നുള്ളതിന്റെ കാരണം പറഞ്ഞു കൊടുക്കാണ്. പിന്നീട് എന്തായെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് ഡോക്ടർ ഉണ്ടാവില്ലേ, അതാരാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഈ ഡോക്ടറുടെ എടുത്ത് തന്നെയുള്ള വേറൊരു ക്ലിനിക്കില് ഡോക്ടർ ഈ രണ്ട് മാനേജേഴ്സിനെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മുന്നേ. എന്തിനാന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും ഒരാളെ കൊന്നിട്ടായാലും ശരി ഈ ഡോക്ടറുടെ ക്ലിനിക്ക് അവിടെ നിന്ന് എടുത്തു മാറ്റണം. ആ ഡോക്ടർക്ക് ഇനി ഒരു സ്കോപ്പും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടാവുന്ന ഏറ്റവും മികച്ച സാലറിയും ഇതിന് ഉപകാരമായിട്ട് 10 ലക്ഷം രൂപയും തരാമെന്ന് പറയാണ്. അതെല്ലാം ഈ സെക്യൂരിറ്റി ഗാർഡ് കേട്ടിരുന്നു. അങ്ങനെ ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെയെല്ലാം ചെയ്തത്. ഈ രണ്ട് മാനേജേഴ്സ് എന്ന് വെച്ചാൽ പോലീസിനെ വിളിക്കാതെ തിരിച്ചു വരാണ്. കാരണം പോലീസിനെ എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കള്ളത്തരം പോലീസ് അറിയുമല്ലോ. അതിന് വേണ്ടി തിരിച്ചു വന്ന ഈ മാനേജേഴ്സിനോട് ഈ ഡോക്ടർ പറയാണ്, എനിക്ക് നിങ്ങളുടെ കള്ളത്തരൊക്കെ മനസ്സിലായി, നിങ്ങളെ പിരിച്ചു വിട്ടോന്നും പറയാണ്.